ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മടിയലുള്ള ദിവസങ്ങളിൽ ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇതാ നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 700 ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള. പിന്നെ ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളിയും പിന്നെ ഒരു 5-8 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇത് പച്ചമുളക് നമുക്ക് വീട്ടിൽ തന്നെ ഇവിടെ കായ്ച്ചിട്ടുള്ള മുളക് കേട്ടോ. ചെറുതാണെങ്കിലും നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ 8 എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 3 വലിപ്പമുള്ള സവാള മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അല്ലാണ്ട് നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ 2 വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇവിടെ വെളുത്തുള്ളി തൊലി കളയാതെ തന്നെയാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്, ഒരുപാട് അരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലിൻ്റെ അളവ് കുറച്ചിട്ട് നെയ്യ് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ സവാള നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പച്ചക്കുത്തെല്ലാം നന്നായിട്ട് ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വഴന്ന് കിട്ടട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബ് കേട്ടോ. ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊടികളുടെ ഒരു പച്ചക്കുത്തെല്ലാം നല്ലതുപോലെ തന്നെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഞാനൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് മല്ലി പുതിന ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 കൂടി 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പുതിന കുറച്ചേനുള്ളൂ, മല്ലി കുറച്ചധികം എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കൂടിയാണ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള അരി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ജീരകശാല അരിക്ക് പകരം എന്താ പറയുക ബസ്മതി റൈസ് ഇല്ലേ, അത് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അത് അരിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഏത് അരിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ മൂടി വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ മസാലയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരിത്തിരി വെള്ളമെല്ലാം ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, നമ്മുടെ മസാലയെല്ലാം പിന്നെ ഒരു പച്ച ചൊവയായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മൊത്തത്തിൽ 3 കപ്പ് അരി ആട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇതിന് ഒരുപാട് എന്താ പറയുക നന്നായിട്ടൊന്ന് തിളക്കാൻ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇതിവിടെ മൂടി വെച്ചൊരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പ്രഷറെല്ലാം ഒന്ന് പോയതിന് ശേഷം ഞാൻ ഇതിവിടെ തുറന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കുക്കറിലിട്ടിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കനെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതവിടെ നമ്മുടെ ബിരിയാണി കുക്കറിൽ നിന്ന് ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകാനുള്ള ആ ഒരു സാധ്യത കൊണ്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കുക്കറിൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.